ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമില്ല എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ഇത് എന്തൊക്കെയാണ് ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്നത്. ഒരു പശുവിനെ കാണുന്നു, ഒരു പൂക്കളം കാണുന്നു, പൂവ് കാണുന്നു, ലൈറ്റ് കാണുന്നു അല്ലേ. ഇത് എവിടെയല്ല, നമ്മുടെ സ്വന്തം പാലക്കാട് ഓണച്ചമയം സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പോയത് ഒരു പെരുമഴ സമയത്താണ്. അവിടെ എത്തിയപ്പോൾ 100 രൂപയാണ് എൻട്രൻസ് ഫീ. അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ 100 രൂപ കൊടുക്കണം. അവിടെ ചെന്നപ്പോൾ ഇതുപോലെ പൂക്കളവും അതുപോലെ നമ്മുടെ മാവേലി തമ്പുരാനെയൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഇതിങ്ങനെ പൂക്കളം കൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു ആർട്ടായിരുന്നു. അത്ര നന്നായിട്ടുണ്ടായിരുന്നു. ലൈറ്റും കുറേ പൂക്കളും അതും ഇതൊക്കെ ആയിട്ട് നല്ല ഇരുട്ടായിരുന്നു. രാത്രി ആയതുകൊണ്ടും മഴയായതുകൊണ്ടും തിരക്കുണ്ടായിരുന്നില്ല. നോക്കി നടക്കണം കേട്ടോ. നോക്കി നടന്നില്ലെങ്കിൽ നമ്മൾ വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതുണ്ട്, ഇതുപോലെ ഈ ഇരുട്ടത്ത് കൂടെ നമ്മൾ അങ്ങോട്ട് പോകണം. ഈ കുഞ്ഞു കുഞ്ഞു ലൈറ്റൊക്കെ ഇടയ്ക്ക് മിന്നും ഇതൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. പക്ഷെ കാണാൻ നല്ല അത്യുഗ്രനായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതുണ്ട്, ഇതൊക്കെ ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനലാണെന്ന് തോന്നും കേട്ടോ. അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് ദിവസമായി കേട്ടോ വന്നിട്ട്. നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാൻ? നല്ല കളറായിട്ട് നിൽക്കുന്നില്ലേ? ലൈറ്റ് ഇട്ടില്ലെങ്കിൽ വലിയ ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ലൈറ്റിൻ്റെയൊക്കെയാണ് ഒരു ഭംഗി കാണുന്നത്. എനിക്ക് പിന്നെ എന്ത് സാധനവും കുറച്ച് ലൈറ്റ് അധികം കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ചിറക് ഇങ്ങനെ വിടർത്തിയിട്ട് ആടുന്നത് കണ്ടാൽ ശരിക്കും ഒറിജിനൽ ഏതോ ഒരു വലിയ പക്ഷി ഇരുന്ന് ചെയ്യണ പോലെ തോന്നും. പക്ഷെ ഒറിജിനലൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതിൻ്റെ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ വെളിച്ചത്തിൽ കൂടെ വേണം നമ്മളിങ്ങനെ നടുവ് കൂടെ നടന്ന് അപ്പുറത്തേക്കൊക്കെ പോവാൻ കേട്ടോ. ഞാൻ കൂടുതലൊന്നും പറയണില്ല, നിങ്ങൾ കണ്ടോളൂ, അതല്ലേ നല്ലത്. അസലായിട്ടില്ല, ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഇതൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ? പിന്നെ ഇങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ അവിടെ ഒരു വെളിച്ചം കണ്ടു. ആ വെളിച്ചം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. വെളിച്ചത്തിലേക്ക് എത്തിയത് ഇവിടെയായിരുന്നു. ഇതൊക്കെ ശരിക്കും ഒരു മനുഷ്യൻ നിന്ന് ചെയ്യുന്ന പോലെ തോന്നുന്നില്ലേ? നല്ലൊരു മ്യൂസിക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും ഒരു മനുഷ്യൻ തന്നെ നിൽക്കണ പോലെ നമുക്ക് പെട്ടെന്ന് തോന്നും. അതായത് ആ ലൈറ്റിലും ആ ഒരു ഇരുട്ടിലും. പിന്നെ നമ്മൾ അടുത്തതിലേക്ക് എത്തുന്നത് നമ്മുടെ സാക്ഷാൽ പക്ഷികളുടെ അടുത്തേക്കാണ്. അവരിങ്ങനെ നമ്മളുടെ തലയുടെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ പറക്കും. ഇതൊക്കെ ശരിക്കുള്ള പക്ഷികളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പക്ഷികളുണ്ടായിരുന്നു, വലുതും ചെറുതും ഒക്കെ ആയിട്ട്. അവർ ചിലത് വെള്ളം കുടിക്കുന്നത് കാണാം, ചിലതൊക്കെ എന്തൊക്കെയോ തീറ്റി തിന്നുന്നത് കാണാം. ആ കൊമ്പിലിരുന്ന ആണ് കണ്ടു ഒരു കുഞ്ഞു പക്ഷി. ഞാൻ വരുന്നു വിരിയായിട്ട്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ചിലത് തമ്മിൽ തല്ലുകൂടും, എന്തോന്ന് കൊത്തിപ്പെറുക്കി കഴിക്കുന്നുണ്ട്. ഇതാണ് പ്രേംദീപ് ജ്വല്ലറി. ഞങ്ങളിവിടെ എത്തിയപ്പോൾ നല്ല നല്ല കളക്ഷൻസ് കണ്ടു കേട്ടോ. അതായത് ഈ വാക്സിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ, 2 ഗ്രാമിലും 3 ഗ്രാമിലൊക്കെ ഇത്രയും വലിയ മാലകളും ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും. ഇത് 1/2 ഗ്രാമേ ഉള്ളൂ ആ ലോക്കറ്റിന്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഈ പ്രേംദീപ് ജ്വല്ലറിയിലേക്ക് വിളിച്ച് ചോദിച്ചാൽ അവിടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കുറച്ച് പൈസ ഉണ്ടാക്കാം, അങ്ങനെ ഒരു ചെറിയ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ അവർ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നും വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ പ്രേംദീപ് ജ്വല്ലറിക്ക്. പിന്നെയൊക്കെ എല്ലാം നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് എല്ലാ സ്റ്റോളുകളും. നമ്മൾ ഏത് എക്സിബിഷന് പോയാലും നമ്മൾ കാണാറുണ്ട് അല്ലേ, ഇതുപോലെ ഓരോരോ നമുക്ക് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മളതെല്ലാം കണ്ടു.
ഇത് പുതിയ പുതിയ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് ശരീരവേദനയ്ക്കുള്ളതാണ്, പുറം വേദന, കാലുവേദന, കൈവേദന, ചെറിയ മസാജ്, ഇതൊക്കെ എൻ്റെ കയ്യിലൊക്കെ ചെയ്യാൻ എനിക്ക് ഇത്തിരി ധൈര്യക്കുറവുണ്ട്. ഇത് നല്ലൊരു മോപ്പാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ആ ലിക്വിഡും കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചുമരമൊക്കെ വൃത്തിയാക്കാം. അതുപോലെ ഇങ്ങനെ വല്ല എന്താ പറയുക ഹാങ്ങിങ് പേപ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. നല്ല ഇത് ഇതാണ് സാരികളുടെ ഒരു സംഭവമാണ് കേട്ടോ. ഇത് ഇവിടുത്തെ പാലക്കാട് ജോബീസ് മോളിലുണ്ട്. പിന്നെ ഫർണിച്ചർ, ഇതൊക്കെ എല്ലാ എക്സിബിഷൻ നമ്മൾ കാണും, എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നല്ല ഭംഗിയുള്ള കാര്യങ്ങളായിരുന്നു. അത് മാത്രമല്ല ഈ സമയത്ത് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓഫേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചെയർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്കിതിൽ കിടക്കാം, ഇതിൽ നമുക്ക് ആടാം, ഇരിക്കാം ഒക്കെ ചെയ്യും. പിന്നെ പാലക്കാടത്തെ പനം കൽക്കണ്ടമാണിത്. പിന്നെ നമ്മുടെ ഫുഡ് സ്റ്റോളിലേക്ക് നമ്മൾ എത്തി. നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഒരുപോലെയുള്ളതാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, കുടിക്കാം, ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. ഇത് നോക്കൂ, എല്ലാവരുടെയും ഫേസ് അങ്ങോട്ടല്ലേ, അവിടെ എന്താ നടക്കണമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതാണ് എല്ലാവരും അങ്ങോട്ട് നോക്കും, ഇതാണ് അവിടെ നടക്കുന്നത്. ഇത് കണ്ടോ, ഈ കുട്ടികളിത് ഏതോ ഒരു ഗ്രൂപ്പുകാരാണ് കേട്ടോ. അവർ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ നല്ല എനർജിയോടുകൂടിയുള്ള പാട്ടും നല്ല എനർജിയോടുകൂടിയുള്ള ഡാൻസും. അത് സമ്മതിക്കാതിരിക്കാൻ വയ്യ കേട്ടോ, അസ്സലായിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ പോയപ്പോഴേക്കൊക്കെ ഏകദേശമൊക്കെ കഴിയുന്നതിൻ്റെ ഒരു സമയം എത്തി. 9 മണി വരെ ഉള്ളൂ കേട്ടോ. ഇത് രാവിലെ 11 തൊട്ടിട്ടുണ്ട് തോന്നുന്നു, രാത്രി 9 മണി വരെ ഉണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. അത് കളിക്കുന്ന കാണാനും പാടുന്നത് കേൾക്കാനും കുട്ടികളുടെ ആ ഒരു എനർജിയൊക്കെ വസ്സലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ അതുപോലെ ഇങ്ങനെ ഓരോ വേഷങ്ങളൊക്കെ വരാറുണ്ട്. അത് ഓരോ പാട്ടിനും ഓരോ രീതിയിലാണ് കേട്ടോ ചിലർ വേഷം കെട്ടി വരുന്നത്. ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് ഇതെല്ലാം മുഴുവനും കണ്ടിട്ടാണ് മടങ്ങിയത്. എക്സിബിഷനൊക്കെ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ. അടുത്ത വീഡിയോ കാണുവരെ ബൈ.